സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഇന്ത്യ എങ്ങനെ സ്വതന്ത്രമായി? അടിമത്തത്തിന്റെ അധപതനങ്ങളിൽ നിന്നും എഴുന്നേറ്റ് സ്വാതന്ത്ര്യത്തിന്റെ ഉജ്ജ്വല വെളിച്ചത്തിലേക്ക് നടന്നുവന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഇന്ത്യക്ക് പറയാനുള്ളത്. 1498 വാസ്കോഡ ഗാമ എന്ന യൂറോപ്യൻ നാവികന്റെ ഇന്ത്യയിലേക്കുള്ള വരവോടുകൂടി വിദേശികളുടെ പ്രിയ കച്ചവട രാജ്യമായി ഇന്ത്യ മാറി. 1600 കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തുന്നത്. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് നിയന്ത്രണത്തോടെ ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടം ആരംഭിച്ചു. 1857 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അതേ സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് വിളിച്ച ഒരു വിഭാഗം ആളുകൾ സായുധ സമരം നടത്തി. ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കി. ഭരണപരമായ കാര്യക്ഷമതയ്ക്ക് വേണ്ടി 1905 ഒക്ടോബർ 16 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. 1919 ഏപ്രിൽ 13 ജനറൽ മൈക്കൽ ഒഡെയറുടെ നേതൃത്വത്തിൽ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല നടത്തി. 1930 ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. സിന്ധു നദീതട സംസ്കാര ഭൂമിയായ ഇന്ത്യക്ക് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിൽ ജവഹർലാൽ നെഹ്റു ജനങ്ങളോടായി ഇങ്ങനെ പറഞ്ഞു: വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ നമ്മുടെ പ്രതിജ്ഞ പൂർണ്ണമായും അല്ലെങ്കിൽ പൂർണ്ണമായ അളവിലല്ല, മറിച്ച് വളരെ ഗണ്യമായി നിറവേറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകം ഉറങ്ങുന്ന അർദ്ധരാത്രിയുടെ ഞെട്ടലിൽ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുന്ന ഒരു നിമിഷം വരുന്നു. വളരെ കാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ആത്മാവ് ഉച്ചത്തിൽ സംസാരിക്കുന്നു.